ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ ബിഗ് ബോസ് സീസൺ 7ന്റെ ഓഡീഷൻ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തന്നെ തുടങ്ങുമെന്നുള്ള കാര്യം നമ്മൾ കുറച്ചു നാൾ മുമ്പിട്ടൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഏപ്രിൽ 5-ാം തീയതിയാണ്. അപ്പൊ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഏപ്രിൽ ഫസ്റ്റ് വീക്ക് തുടങ്ങുമെന്ന് പറഞ്ഞിട്ട് പിന്നീട് അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയില്ലല്ലോ എന്ന്. എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഓഡീഷൻ ഏപ്രിൽ 1-ാം തീയതി തന്നെ സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇന്ന് 5 ദിവസമായി പറയുന്ന ഓഡീഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഓഡീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പ്രൊസീജിയർ ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കും. ഓൺലൈൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ വീഡിയോ കോളിന്റെ രൂപത്തിലായിരിക്കും. സൂം ആപ്പിൽ അതുപോലുള്ള ആപ്പുകളിലൊക്കെ ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഓൺലൈൻ മീറ്റിംഗിൽ സെലക്ട് ആവുന്ന വ്യക്തികൾക്കായിരിക്കും നേരിട്ടുള്ള ഓഡീഷനും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന പ്രൊസീജിയേഴ്സ് തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7 ബന്ധപ്പെട്ടുകൊണ്ട് ഓഡീഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ സീസൺ വരാനായിട്ട് നല്ല ഡിലേ ഉണ്ട്. ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു സീസൺ എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഓഡീഷൻ ആയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ അണിയറയിലുള്ള എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യാനും ഒരുപാട് സമയമുണ്ട്. അതുപോലെ തന്നെ പല മാറ്റങ്ങളും ഈ ഒരു സീസണിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മൾ അറിഞ്ഞത് വെച്ചിട്ട് പഴയ സീസണിലെ കണ്ടസ്റ്റൻസിന് ഈ ഒരു സീസണിൽ അവസരം കൊടുക്കുന്നുണ്ട്. കോമണേഴ്സിനെ കുറച്ചുകൂടി അധികം പേരെ കൊണ്ടുവരാനായിട്ട് നോക്കുന്നുണ്ട്. പിന്നീട് നമ്മുടെ ഹോട്ട്സ്റ്റാറും ജിയോ സിനിമാസും തമ്മിൽ വന്ന മെർജിങ് ഈ നല്ല രീതിയിൽ ഈ ഒരു സീസണിനെ ബാധിക്കും. കാരണം തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇരു കൂട്ടർക്കും താല്പര്യം തോന്നുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ തന്നെ ആയിരിക്കും എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിന്റെ സമയത്ത് ഒരുപാട് കോൺട്രവേഴ്സികളൊക്കെ ഉണ്ടാക്കി ബിഗ് ബോസ് ആഗ്രഹിച്ചു വരുന്ന വ്യക്തികൾക്കൊന്നും ഈ പ്രാവശ്യം അധികം അവസരങ്ങൾ കിട്ടില്ല എന്ന് തന്നെയാണ് പറയാനായിട്ട് പറ്റുന്നത്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ഓഡീഷൻ ഒരുപാട് കാത്തിരിപ്പിന്റെ ഒരു വിരാമം ഇട്ടുകൊണ്ട് ഇതാ തുടങ്ങിയിരിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും സീസണിലേക്ക് വിളിക്കാനായിട്ട് ഒരുപാട് സാധ്യതയുള്ള എക്സ്പെക്ടേഷൻ ലിസ്റ്റും പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ ഇനി മുതൽ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് വന്നുകൊണ്ടിരിക്കും. എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ ഒരു എക്സ്പെക്ടേഷൻ ലിസ്റ്റ് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന ഇനി മുന്നോട്ട് പോകുന്ന നാളുകളിൽ ഓഡീഷൻ കോളും കാര്യങ്ങൾക്കൊക്കെ പലർക്കും പോകുന്ന സമയത്ത് നമുക്ക് പല സോഴ്സുകളിൽ നിന്നും ഈ പറയുന്ന എക്സ്പെക്ടേഷൻ ലിസ്റ്റും പ്രൊഡിക്ഷൻ ലിസ്റ്റും ഒക്കെ കിട്ടും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു എക്സ്പെക്ടേഷൻ ലിസ്റ്റും പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒക്കെ കാണുന്ന സമയത്ത് ഇത് ഒരു എക്സ്പെക്ടേഷൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷൻ ആയിട്ട് മാത്രം കാണുക. ഇത് നമുക്ക് ബിഗ് ബോസിന്റെ ഒഫീഷ്യൽ സോഴ്സിൽ നിന്നും ഒന്നും കിട്ടുന്നതല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ എക്സ്പെക്ടേഷൻ, ഇപ്പൊ ഞാൻ ബിഗ് ബോസിന്റെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പൊ 3 കൊല്ലമായി. അപ്പൊ തീർച്ചയായിട്ടും ഇതിന് മുന്നുള്ള സീസണിൽ വിളിച്ചിരിക്കുന്ന വ്യക്തികൾക്കൊക്കെ ഈ ഒരു സമയത്ത് പ്രയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവും. അവരുടെയൊക്കെ പേര് നമ്മൾ വീണ്ടും ഈ ഒരു സീസണിൽ ഈ പറയുന്ന എക്സ്പെക്ടേഷൻ ലിസ്റ്റിലും അതുപോലുള്ള ലിസ്റ്റിലൊക്കെ ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തും. അല്ലാതെ ഇതൊന്നും നമ്മൾ ഒഫീഷ്യലി ബിഗ് ബോസിന്റെ ക്രൂ മെമ്പേഴ്സ് വഴിയൊന്നും അറിയുന്നതൊന്നുമല്ല. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ കാണുമ്പോൾ ആ ഒരു രീതി തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. എന്തൊക്കെയാണെങ്കിലും നമ്മളുടെ ഒരു കുഞ്ഞു പ്രൊഡിക്ഷൻ ലിസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഈ ഒരു വ്യക്തികൾ എല്ലാവരും ഇതിനു മുന്നുള്ള സീസണുകളിൽ വിളിച്ചവരും അതുപോലെ തന്നെ ബിഗ് ബോസിൽ നിന്ന് ഓഡിഷൻ കോൾ വന്നവരും ബിഗ് ബോസ് ആഗ്രഹിക്കുന്ന വ്യക്തികളുമാണ്. അപ്പൊ നമുക്ക് എന്തായാലും അതൊന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ലിസ്റ്റിൽ ഒന്നാമത്തെ പേര് ക്രിസ്റ്റി സെബാസ്റ്റ്യൻ ഒരു സെലിബ്രിറ്റി ക്രിക്കറ്റ് പ്ലെയറുമാണ്, ഒരു സിനിമ ആക്ടർ കൂടിയാണ്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് പറയുന്നത് ആൻട്രപ്രണർ ആയിട്ടുള്ള അരുൺ നായർ ഇതിനു മുന്നുള്ള സീസണിലും വിളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടുത്തതായി മൂന്നാമതായിട്ട് പറയുന്നത് പ്രണവ് കൊച്ചു ഒരു യൂട്യൂബറും കോണ്ടന്റ് ക്രിയേറ്ററുമാണ്. അടുത്തതായി പറയുന്നത് കന്യാഭാരതി നമ്മുടെ ഏഷ്യാനെറ്റിലെ ചന്ദനമഴ എന്ന് പറഞ്ഞ സീരിയലിൽ മായാവതി എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അടുത്തതായി പറയുന്നത് നൗഫൽ ഷഹാബ്, പുള്ളിക്കാരൻ ഒരു യൂട്യൂബിലെ വ്ളോഗറാണ്. അടുത്തതായി പറയുന്നത് കോമഡി സ്റ്റാർ താരമായിട്ടുള്ള മായാകൃഷ്ണനെയും ഇതിനു മുന്നുള്ള സീസണിൽ വിളിച്ചതായിട്ട് കേൾക്കുന്നു. അടുത്തതായി പറയുന്നത് നമ്മുടെ ഫിറ്റ്നസ് ട്രെയിനർ ആയിട്ടുള്ള ദിൽസിൽ എം ഇക്ബാൽ, ഇതിനു മുന്നുള്ള സീസണിൽ ഓഡീഷൻ കോൾ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടുത്തതായി പറയുന്നത് ആങ്കറും ബിഗ് ബോസിലെ പല വ്യക്തികളെയും ഇന്റർവ്യൂ ചെയ്തിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ആങ്കർ ആയിട്ടുള്ള റോഹൻ ലോണ. അടുത്തതായി പറയുന്നത് ഫൗസിയ റഷീദ്, ഒരു സിംഗറാണ്. അടുത്തതായി പറയുന്നത് ഫെമിനിസ്റ്റും ടീച്ചറുമായിട്ടുള്ള ശ്രീലക്ഷ്മി അറക്കൽ, ഇതിനു മുന്നുള്ള സീസണിൽ ഓഡിഷൻ കോൾ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടുത്തതായി പറയുന്നത് രോഹിത്, നമ്മുടെ ഗ്രീൻ ഹൗസ് ക്ലീനിങ്ങിലെ സാനിറ്റൈസർ സ്റ്റാർ ആയിട്ടുള്ള രോഹിത്. അടുത്തതായി പറയുന്നത് LGBTQ കമ്മ്യൂണിറ്റിയെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ജസീൽ ജാസി, വിളിക്കാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 13ാമതായിട്ട് പറയുന്നത് വ്ളോഗറും ഡാൻസറും ഡോക്ടറും കൂടി ആയിട്ടുള്ള ജാനകി ഓംകുമാർ. അടുത്തതായി പറയുന്നത് മെറീന മൈക്കിൾ, ആക്ട്രസ് ആയിട്ടുള്ള മെറീന മൈക്കിളിനെയും ബിഗ് ബോസിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് അവന്തിക മോഹൻ ഏഷ്യാനെറ്റിലെ തൂവൽ സ്പർശം എന്ന് പറഞ്ഞ സീരിയലിലെ ആക്ട്രസ് ആയിരുന്നു. അടുത്തതായി നമ്മുടെ ലിസ്റ്റിൽ 16ാമതായിട്ട് പറയുന്നത് നാഷിദ് നൌഷാദ്, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് യൂട്യൂബിൽ. അടുത്തതായി പറയുന്നത് സരിത ബാലകൃഷ്ണൻ, നമ്മുടെ ഫുഡ് വ്ളോഗറും കോമഡി സ്റ്റാർ താരവുമാണ്, സീരിയൽ ആക്ട്രസുമാണ്.
അടുത്തതായി പറയുന്നത് നമ്മുടെ മല്ലു ഫാമിലി യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റർ ആൻഡ് കോൺട്രവേഴ്സി ക്രിയേറ്റർ ആയിട്ടുള്ള സുജിൻ കൃഷ്ണനെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി പറയുന്നത് പ്രിയങ്ക അനൂപ്, പണ്ടത്തെ നമ്മുടെ എന്താണ് മാന്നാർമത്തായി സ്പീക്കിംഗ് കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും, പുള്ളിക്കാരത്തെ ഒരു ആക്ട്രസ് ആണ്. അടുത്തതായി പറയുന്നത് ബ്യൂട്ടി വ്ളോഗർ ആയിട്ടുള്ള ഗ്ലാമി ഗംഗ. അപ്പൊ ഗംഗയെയും ഈ ഒരു സീസണിലേക്ക് വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അടുത്തതായി അവസാനത്തെ പേര് ബിജു സൗബാനം നമ്മുടെ ഉപ്പുമുളകും ബാലു എന്ന് പറയുന്ന കഥാപാത്രം ചെയ്തിരുന്ന ഒരു ആക്ടറാണ്. ബിജു സൗബാനത്തിനെയും വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്ക് ഈ ഒരു സീസണിൽ വിളിക്കാനായിട്ട് ഏറ്റവും അധികം സാധ്യതയുള്ള 21 കണ്ടസ്റ്റൻസിന്റെ പേരുകളാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. ഇവരെല്ലാവരും ഇതിനു മുന്നുള്ള സീസണുകളിലൊക്കെ വിളിച്ചിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും താൻ ചെയ്യുന്ന ജോലിയിലും നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഒരുപാട് പേർക്ക് സുപരിചിതമായിട്ടുള്ള ഫേസുകളാണ് ഇവർ. ഇപ്പൊ യൂട്യൂബിലായാലും സീരിയലിലായാലും സിനിമയിലായാലും വാട്ടവർ എവിടേക്കാണെങ്കിലും അവരുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു സാന്നിധ്യം അറിയിച്ചിട്ടുള്ള, അതുപോലെ തന്നെ തന്റെ ജീവിതത്തിൽ നല്ല രീതിയിലുള്ള ഒരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തികളാണ്. ഇപ്പൊ ബിഗ് ബോസിൽ പങ്കെടുക്കണമെങ്കിൽ ആദ്യം അവർ ചെക്ക് ചെയ്യുന്നത് തന്റെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയാനായിട്ട് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സ്റ്റോറി ഉള്ള വ്യക്തികളെയാണ്. കാരണം ഏറ്റവും അധികം നമ്മളെ കോണ്ടന്റുകളാണ് ബിഗ് ബോസിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത്. കോണ്ടന്റുകൾ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ബിഗ് ബോസ് ഇല്ല. അപ്പൊ കോണ്ടന്റ് കിട്ടുന്ന വ്യക്തികളായിരിക്കും ഏറ്റവും കൂടുതൽ സെലക്ട് ചെയ്ത് ഈ ഒരു സീസണിന്റെ ഭാഗമാക്കാനായിട്ട് ബിഗ് ബോസ് നോക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് വ്യക്തമായിട്ടൊരു സ്റ്റോറി ബാക്ക്ഗ്രൗണ്ട് വേണം. അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇവരെയൊക്കെ വിളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇവരൊക്കെ പല കോൺട്രവേഴ്സികളിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾ തന്നെയാണ്. അപ്പൊ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാം. ഈ ഒരു സീസൺ ഓഗസ്റ്റ് മാസം അവസാനത്തോടു കൂടിയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സെപ്റ്റംബറിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഇപ്പൊ അറിയാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ വളരെ മുമ്പ് തന്നെ ഇതിന്റെ ഓഡിഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സീസണിന്റെ അണിയറയിലുള്ള പല പരിപാടികളും ഒരുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സീസണിനെ ബന്ധപ്പെട്ട് ഒരുപാട് കോൺട്രവേഴ്സിയൊക്കെ ഇതിന് മുൻ താരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന ബിഗ് ബോസിലേക്ക് വിളിക്കുന്ന ഫീമെയിൽ കണ്ടസ്റ്റൻസിനെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ചൂഷണം ചെയ്യാനായിട്ട് നോക്കുന്നു, സാമ്പത്തികമായിട്ട് അവരിൽ നിന്ന് പണം തട്ടാനായിട്ട് ശ്രമിക്കുന്നു, ഇതിന്റെ ക്രൂ മെമ്പേഴ്സിലെ പല വ്യക്തികളെയും മാറ്റേണ്ടതുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ ഇന്റർവ്യൂ പാനലിൽ നിന്ന് ഒരു വ്യക്തിയെയും അതുപോലെ തന്നെ ഓഡീഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു വ്യക്തിയെയും ഇപ്പൊ ബിഗ് ബോസിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പുതിയ അപ്പോയിന്റ്മെന്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ എന്തൊക്കെയാണെങ്കിലും പുതിയൊരു സീസൺ വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ 7 ഹോസ്റ്റ് ചെയ്യാനായിട്ട് ലാലേട്ടൻ ഉണ്ടാകുമെന്ന്. ലാലേട്ടനെ കാണാൻ വേണ്ടി കുറെ പേര് ബിഗ് ബോസ് കാണുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ലാലേട്ടൻ മാറുന്നു എന്ന് പറയുമ്പോൾ ചെറിയൊരു സങ്കടം തോന്നാം. പക്ഷെ നമുക്ക് പറയാതെ വയ്യ, ലാലേട്ടൻ ഈ ഒരു സീസണിന്റെ ഭാഗമാകാനായിട്ട് ജസ്റ്റ് ഒരു 10-20% സാധ്യതകൾ മാത്രമാണ് ഈ ഒരു സമയത്ത് കാണുന്നത്. ലാലേട്ടൻ ഈ ഒരു ഷോ ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യത ഇല്ല. ലാലേട്ടൻ അത് കൺഫേം ആക്കിയിട്ടില്ല. പക്ഷെ ഇതുവരെയും ലാലേട്ടൻ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടില്ല. തീർച്ചയായിട്ടും മറ്റൊരു ഹോസ്റ്റിലേക്ക് മാറി ചിന്തിക്കേണ്ടതായിട്ടും വരും. അപ്പൊ അതിനെപ്പറ്റിയുള്ള അപ്ഡേറ്റ് നമുക്കിനി മുന്നോട്ട് പോകുമ്പോൾ കിട്ടും. ബിഗ് ബോസ് മലയാളത്തിനെ ബന്ധപ്പെട്ടുകൊണ്ട് പുതുപുത്തൻ അപ്ഡേറ്റുകൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവര് ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കാം. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്